Alhamdulillah. Alhamdulillah. الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم. اتقوا الله عباد الله وإماء الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പ്രസ്ഥാനത്തിൻ്റെ സാരഥികളും പ്രവർത്തകരുമായ സുഹൃത്തുക്കളെ, IPH ഭാരവാഹികളെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സന്തോഷവും കടപ്പാടുകളും ആദ്യമായി അറിയിക്കുകയാണ്. എൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കപ്പെട്ട ഈ പരിപാടിയിൽ ഞാൻ ഒരു സാക്ഷി മാത്രമാണ്. സാക്ഷി കക്ഷിയാകാൻ പാടില്ല. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്നെക്കുറിച്ചാണ്, പുസ്തകത്തെക്കുറിച്ചാണ് എന്ന് ഉൾക്കൊള്ളുവാൻ മാത്രമാണ് ഞാൻ ഇവിടെ സന്നിഹിതനാകാനും ബാധ്യസ്ഥനായിട്ടുള്ളത്. ആ കടമ മാത്രമാണ് ഞാൻ നിർവഹിക്കുന്നത്. പിന്നെ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം അതിനുവേണ്ടി പ്രസംഗിച്ച വളരെ സമർത്ഥരും പ്രാപ്തരുമായ പ്രസംഗകന്മാർക്കും നേതാക്കന്മാർക്കും വളരെ ഒടുവിലത്തെ 11-ാം മണിക്കൂറിൽ മാത്രമാണ് പുസ്തകം കയ്യിൽ കിട്ടിയത് എന്നുള്ളത് കൊണ്ട് വായിച്ചു നോക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുകയില്ല. ഇത് എല്ലാ പുസ്തക പ്രകാശനത്തിലെയും ഒരു സാമാന്യമായ സ്വഭാവമാണ്. അപ്പോൾ അവർക്ക് ഗ്രന്ഥകാരനെ കുറിച്ച് മാത്രമേ അല്പം പറയാൻ കഴിയുകയുള്ളൂ. അദ്ദേഹത്തെ സ്റ്റേജിലിരുത്തി വല്ലാതെ മോശമായതൊന്നും പറയാൻ മാന്യന്മാരാരും ഇഷ്ടപ്പെടുകയും ഇല്ല. അങ്ങനെ കുറച്ച് നല്ല സന്തോഷമുള്ള വാക്കുകൾ പറയുവാൻ അവർക്കുള്ളത് അവകാശമാണ്. അതിനെ ചോദ്യം ചെയ്യേണ്ടുന്ന ആവശ്യമില്ല. അതിൽ അതിശയോക്തി ഉണ്ടാകേണ്ടത് ആ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണ്. ഗ്രന്ഥകാരൻ അതിശയോക്തികൾ ഒഴിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞതിൽ വല്ല നല്ല വശവും ഉണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളുക. മോശമായ വശം പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട്, സന്ദർഭം കിട്ടാത്തത് കൊണ്ട് അതിന് സന്ദർഭം നമുക്ക് ലഭിച്ചിട്ടില്ല. ഇത്രയുമാണ് അതിനെക്കുറിച്ച് പറയുവാനുള്ളത്. എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് അത് പറഞ്ഞ എല്ലാ സഹോദരങ്ങളോടും ഹൃദയം നിറഞ്ഞ കടപ്പാട്, കൃതജ്ഞത അറിയിക്കുന്നതോടൊപ്പം അതിൽ ഒരംശത്തിനെങ്കിലും അല്ലാഹു തആല എന്നെയും അവരെയും അർഹരാക്കി തീരുമാനാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സത്യത്തിൽ ഞാനൊരു എഴുത്തുകാരനല്ല.
എഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ അറിയപ്പെടുന്ന അർത്ഥത്തിൽ ഞാൻ ഒരിക്കലും എഴുത്തുകാരനായിട്ടില്ല. അതേ അവസരത്തിൽ വല്ലപ്പോഴുമൊക്കെ എഴുതാറുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. എഴുതിയത് മോശമാകാറുണ്ട് എന്നെനിക്ക് അഭിപ്രായമില്ല. എഴുതിയാൽ നന്നാവാതെ ഇരിക്കാറില്ല. പക്ഷെ എഴുതാൻ വലിയ മടിയാണ്. പ്രകൃതം അതാണ് എന്നർത്ഥം. ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ചിടത്തോളം IPH ഭാരവാഹികളും പ്രത്യേകിച്ച് ഹുസൈൻ നദവി അദ്ദേഹവും സദറുദ്ദീൻ വാഴക്കാടും എന്നെ വിടാതിരുന്നത് കൊണ്ടാണ്, പിന്തുടർന്നത് കൊണ്ടാണ് ഇപ്പോൾ ഗ്രന്ഥം പുറത്തു വരുവാൻ സന്ദർഭവും ഭാഗ്യവും ഉണ്ടായത്. അവരടക്കമുള്ള ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സഹോദരങ്ങളോടും എൻ്റെ ഹൃദയം നിറഞ്ഞ കൃതജ്ഞത ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഇനി പുസ്തകത്തെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ പുസ്തകം 20-ാം നൂറ്റാണ്ടിൻ്റെ പുസ്തകമാണ്. പോയ നൂറ്റാണ്ടിലെ ഇസ്ലാമിൻ്റെയും ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെയും പുസ്തകമാണ്. 20-ാം നൂറ്റാണ്ടിലെ പുസ്തകത്തിനും പ്രസ്ഥാനത്തിനും 21-ാം നൂറ്റാണ്ടിൽ 2010-കളിൽ എന്ത് പ്രസക്തി എന്ന് ഇപ്പോൾ ആരെങ്കിലും ചോദിക്കുമോ എന്ന് ഞാൻ സംശയിക്കാൻ പാടില്ല. കാരണം 20-ാം നൂറ്റാണ്ടിലെ ഇസ്ലാമാണ് 21-ാം നൂറ്റാണ്ടിൽ പുലർന്നുകൊണ്ടിരിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് കാലം ഏതൊരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചു പോകും. ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടി പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും പീഡനങ്ങളും മർദ്ദനങ്ങളും സഹിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി മുന്നേറിയിട്ടുണ്ടോ, ആ പ്രസ്ഥാനമാണ് ഇപ്പോൾ പൂവണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനാൽ 20-ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി എന്ന ചോദ്യത്തിന് 21-ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക പ്രസ്ഥാനം തല ഉയർത്തിപ്പിടിച്ച് മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത്. 2000-ാം ആണ്ടിൻ്റെ മില്ലേനിയത്തിൻ്റെ പ്രാരംഭത്തിൽ ക്രിസ്തുമതത്തിൻ്റെ സർവാധരണീയനായ പോപ്പ് തിരുമേനി ഇന്ത്യ മഹാരാജ്യം സന്ദർശിച്ചപ്പോൾ അദ്ദേഹം അഭിമാനപൂർവം ആത്മവിശ്വാസം പ്രകാശിപ്പിക്കുകയുണ്ടായി. 2000-ാം ആണ്ട് അല്ലെങ്കിൽ 3-ാം സഹസ്രാബ്ദം ക്രിസ്തുമതത്തിൻ്റെ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും വിളവെടുപ്പ് കാലമാണ്. 2000-ാം ആണ്ടിൽ ലോക ഭൂപടത്തിൽ സംഭവിക്കുവാൻ പോകുന്ന സവിശേഷമായ സംഭവം ഏഷ്യയിലും ആഫ്രിക്കയിലും ക്രിസ്തുമതം അതിൻ്റെ വിളവെടുപ്പ് നടത്തും എന്നുള്ളതാണ്. ആദ്യത്തെ ക്രിസ്തബ്ദം 1000-ാം ആണ്ടിൽ യൂറോപ്പിനെ ക്രിസ്തുമതം കീഴടക്കി. 2000-ാമത്തെ സഹസ്രാബ്ദത്തിൽ അമേരിക്കയെ കീഴടക്കിയ കാലമായിരുന്നു. 3-ാം സഹസ്രാബ്ദം ഏഷ്യയിലും ആഫ്രിക്കയിലും ക്രിസ്തുമതത്തിൻ്റെ കൊടി ഉയർത്തപ്പെടുന്ന ചരിത്ര മുഹൂർത്തമാണ് എന്ന് പോപ്പ് തിരുമേനി പറഞ്ഞത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. പോപ്പ് തിരുമേനി എപ്പോഴുള്ള ഒരു മഹാചാര്യനെ, ഒരു വലിയ മതത്തിൻ്റെ സർവാരാധ്യനായ
നേതാവിനെ, ആത്മീയ ഗുരുവിനെ, അദ്ദേഹം പറഞ്ഞ വാക്കുകളെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അതേസമയം നമ്മുടെ മുമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. 21-ാം നൂറ്റാണ്ട് അനുഭവ സാക്ഷ്യപ്രകാരം ഇസ്ലാം വിളവെടുത്തു കൊണ്ടിരിക്കുന്ന ഒരു നൂറ്റാണ്ട്. ഇത് ഇന്ന് അംഗീകരിക്കപ്പെട്ട വസ്തുതയാണ്. ആധുനിക ലോകത്ത് മാനവ സമൂഹത്തിൽ ഗുണമായും ദോഷമായും ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യം ഏതാണെന്ന് ചോദിച്ചാൽ ആരെയും സംശയിക്കാതെ നമുക്ക് മറുപടി പറയാൻ കഴിയും, ഇസ്ലാമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരു തലക്കെട്ട് ചർച്ച ചെയ്യപ്പെടുമ്പോൾ, അത് ഗുണമായല്ലെങ്കിൽ പോലും ചർച്ച ചെയ്യപ്പെടുമ്പോൾ, അതിൻ്റെ അർത്ഥം അത് കാലഘട്ടത്തെ ആഴത്തിൽ, വളരെ വളരെ ആഴത്തിൽ ആഞ്ഞു തറക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. കാലഘട്ടത്തിൻ്റെ മർമ്മങ്ങളിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് എതിരെ വിഭാഗങ്ങൾക്ക് ഉറക്കപ്പൊറുതി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ ശക്തി എന്നവണ്ണം ഇസ്ലാം ഉയർപ്പ് കാണിക്കുന്നു, ഉയർത്തെഴുന്നേൽക്കുന്നു എന്നതിൻ്റെ അസ്വാസ്ഥ്യമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇസ്ലാമിനെതിരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വരുമ്പോൾ, ഇസ്ലാം ഒരു നിർജീവമായ പഴഞ്ച മതത്തിൻ്റെ മുദ്രാ തലക്കെട്ടല്ല, ജീവിച്ചിരിക്കുന്ന, മുന്നോട്ട് പോകുന്ന, ജീവിക്കുവാൻ വേണ്ടി നിശ്ചയദാർഢ്യം ചെയ്തിട്ടുള്ള, എന്നെന്നും നിലനിൽക്കുവാൻ ബാധ്യസ്ഥമായ ദൈവികമായ സന്ദേശത്തിൻ്റെ ഒരു പുതിയ പ്രവർത്തനകാലമാണ്, വിളവെടുപ്പ് കാലമാണ് 21-ാം നൂറ്റാണ്ട് എന്ന് നമുക്ക് ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഇന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ്. ഇതാണ് എൻ്റെ പുസ്തകത്തെക്കുറിച്ച് ഈ കാലത്ത് എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചാൽ, ഏത് ഘട്ടത്തിലൂടെയാണ് നാം കടന്നു വന്നിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാണിക്കുവാനാണ് ഞാൻ ഈ വാക്യങ്ങൾ ഇവിടെ അനുസ്മരിച്ചിട്ടുള്ളത്. പോപ്പ് തിരുമേനിക്ക് ഇസ്മായിൽ റാജി വളരെ ചെറുപ്പക്കാരനായ, ഊർജസ്വലനായ, പാശ്ചാത്യൻ ഭാഷയിൽ പാശ്ചാത്യരോട് സംവദിക്കുവാൻ കഴിവുറ്റ എന്ന് അവർ തന്നെ അംഗീകരിച്ച ഇംഗ്ലീഷിലെ അറിയപ്പെടുന്ന എഴുത്തുകാരനായ ഇസ്മായിൽ റാജി ക്രൈസ്തവ ദർശനത്തെക്കുറിച്ചും ക്രൈസ്തവ സഭകളെക്കുറിച്ചും ഒരു ഗ്രന്ഥം എഴുതിയിരുന്നു. ആ ഗ്രന്ഥം അദ്ദേഹം പോപ്പ് തിരുമേനിക്ക് അയച്ചു കൊടുക്കുകയില്ല. നീണ്ടകാലം ഒരു മറുപടിയും വന്നില്ല. നീണ്ടകാലം മറുപടി വരാതിരുന്നപ്പോൾ ഉണർത്തിക്കൊണ്ട് പുസ്തകം അയച്ചതും കത്തയച്ചതും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും തിരുമേനിക്ക് ഇസ്മായിൽ റാജി കത്തെഴുതുകയില്ല. ഒടുവിൽ ഒരു വാചകത്തിൽ, ഒറ്റ വാചകത്തിൽ ഒരു മറുപടി വന്നത് കത്ത് കിട്ടി. നിങ്ങളുടെ പുസ്തകം വായിച്ചിട്ടും ക്രിസ്തു മതത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ക്രിസ്ത്യാനിയെയാണ് എനിക്ക് ആവശ്യം. എന്താണ് ആ പുസ്തകത്തിൻ്റെ പ്രസക്തിയെന്നും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അതാണ് ഇസ്ലാം ഈ കാലഘട്ടത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൗത്യം. ഇസ്ലാമിൻ്റെ തനതായ ശക്തമായ സമർപ്പണം നടന്നു കഴിഞ്ഞാൽ മറ്റ് വിഷയങ്ങൾ ലോകത്ത് അത്ര പേടിക്കപ്പെടേണ്ടുന്ന ഒരു വസ്തുവല്ല. ഈ പേടിയിൽ നിന്നാണ്, ഇസ്ലാം പേടിയിൽ നിന്നാണ് ഇന്ന് ലോകത്ത് പലതും ചപ്പടാച്ചികൾ, പപ്പറാസികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നത്. അതിൻ്റെ മറുവശം ഞാൻ അല്പം സൂചിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. ഒരു വശം നോക്കിയാൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമായ, പ്രയാസകരമായ, ദുരിതപൂരിതമായ പീഡന പർവം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോരുന്നത്. ഒന്നാം തരം
അഭ്യസ്തവിദ്യരായ ബുദ്ധിജീവികളായ എന്തിനും പ്രാപ്തരായ കൊള്ളാവുന്ന യുവാക്കളെ എന്തെങ്കിലും കാരണം പറഞ്ഞ് പിടിച്ചു കൊണ്ടുപോയി ദീർഘകാലം തടവിലിട്ട് പീഡിപ്പിക്കുന്ന, ഏറ്റവും ഒടുവിൽ കുറ്റമുക്തരാക്കി വരുമ്പോൾ അവരുടെ നല്ല പ്രായം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ജനാധിപത്യത്തിൻ്റെ ലോകമാതൃകയായി വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ ഭാരതത്തിൽ പോലും നാം കടന്നുകൊള്ളുന്നത് എന്ന് നാം വേദനയോടുകൂടി ഇന്ന് ഓർമ്മിക്കുന്നു. പക്ഷേ അതൊക്കെ ഒരിടവേള മാത്രമാണെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസവും വിലയിരുത്തലും. ഈ പ്രയാസത്തിനപ്പുറം, ഈ കൂരിരുട്ടിനും കാലരാത്രിക്കുമപ്പുറം പ്രകാശത്തിൻ്റെ ഒരു പുലരി വരുവാൻ പോകുന്നു. അത് ക്ഷമയോടുകൂടി കാത്തിരിക്കണമെന്ന് മാത്രമാണ് എന്നോടും എൻ്റെ സഹപ്രവർത്തകരോടും എനിക്ക് പറയുവാനും. ഈ സന്ദർഭത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുത്ത് തിരുമേനിയുടെ സഖാക്കൾ സഹാബത്ത് വന്ന സന്ദർഭം നിങ്ങൾക്കറിയാമെങ്കിൽ പോലും ഞാൻ ഓർത്തു പോവുകയാണ്. അവർ പ്രയാസങ്ങൾ സഹിച്ച് സഹികെട്ട സന്ദർഭത്തിൽ അല്ലാഹു എന്റെ പ്രവാചകരെ, എപ്പോഴാണ് താങ്കൾ പറഞ്ഞ ഈ സഹായം വരുവാൻ പോകുന്നത് എന്ന് ക്ഷമയുടെ നെല്ലിപ്പടിക്കപ്പുറം പ്രവാചകനോട് അവർ ചോദിച്ചു പോയ സന്ദർഭമുണ്ട്. അപ്പോഴും പതറിപ്പോകാതെ പ്രവാചകൻ തിരുമേനി അവരോട് മറുപടി പറഞ്ഞു, ഒരു കാലം വരുവാൻ ഞാനത് എൻ്റെ കൺമുൻപിൽ കാണുകയാണ്. ആ കാലഘട്ടം വരുമ്പോൾ അറബി ലോകം മാത്രമല്ല അനറബി ലോകവും നിങ്ങളുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമാകുവാൻ പോകുന്ന, മാനവലോകം നിങ്ങളുടെ ലൈനിൽ സഞ്ചരിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തെ ഞാനിവിടെ നിന്ന് നോക്കിക്കാണുകയാണ്. ശാലയിൽ നിന്ന് ഹലറമോത്ത് വരെ സുന്ദരിയായ ഒരു സ്ത്രീ ഒറ്റക്ക് നടന്നു വരുമ്പോൾ അവളുടെ മുഖത്തേക്ക് ചീത്ത ഉദ്ദേശത്തോടു കൂടി നോക്കുവാനും ഒരു മനുഷ്യനും ധൈര്യപ്പെടാത്ത സമാധാന ശാദ്വലമായ ഒരു കാലഘട്ടം വരുവാൻ പോകുന്നു എന്ന് പ്രവാചകൻ സന്തോഷ വാർത്ത അറിയിക്കുകയുണ്ട്. വലാക്കിന്നക്കും തസ്തവജിരുന്നു, പക്ഷെ നിങ്ങൾ അല്പം ക്ഷമകേട് കാണിച്ചു പോവുകയാണ്, അല്പം ധൃതി നിങ്ങൾക്ക് തോന്നിപ്പോവുകയാണ്. അതുകൊണ്ട് ക്ഷമിക്കുക, കരുത്ത് കാണിക്കുക എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിക സമൂഹത്തിൻ്റെ അഭിവൃദ്ധിക്ക് 3 അടയാളങ്ങൾ, പ്രധാനപ്പെട്ട 3 നാഴികക്കല്ലുകൾ ഖുർആനിൽ വ്യക്തമായും കാണിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഐക്യമാണ്, ഒന്നിച്ചു നിൽക്കുക എന്നുള്ളതാണ്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ശക്തി സംഭരിക്കുക എന്നുള്ളത്. ശക്തി സംഭരിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലും ഓരോ നൂറ്റാണ്ടിലും എന്താണോ ശക്തി, ഏതുകൊണ്ടാണോ മാനവ ലോകത്തെ ഉയർത്തുവാനും വളർത്തുവാനും നിയന്ത്രിക്കുവാനും സാധിക്കുക, അതാണ് ശക്തി എന്ന് പറയുന്നത്. ആ ശക്തി എന്ന് പറയുന്ന ശക്തി സംഭരിക്കുക, ഇതാണ് രണ്ടാമത്തെ കാര്യം. സ്വാഭാവികമായും പറയേണ്ടത് ഒന്നാമത്തെ കാര്യമായിട്ട് ഈമാൻ. പക്ഷെ അല്ലാഹു തആല അതിന് പകരം പറഞ്ഞിട്ടുള്ളത് സബ്ർ എന്ന്. ഇന്നകും മിൻകും 20 സബ്റുൻ, ക്ഷമാശീലരായ 20 പേർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവർ 200 പേർക്ക് പോരും എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അവിടെ എന്തുകൊണ്ട് വിശ്വാസികൾ എന്ന് പറയാതെ സാബിറുകൾ, ക്ഷമാശീലർ എന്ന് പറഞ്ഞു എന്ന് ചിന്തിച്ചാൽ അതിൻ്റെ അർത്ഥം കരുത്തുള്ള വിശ്വാസമാണ് അല്ലാഹുവിന്റെ ആവശ്യം. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ മിനൽ മുഅ്മിനിൽ ദഈഫ്. ദുർബലനായ വിശ്വാസിയേക്കാൾ ശക്തനായ, കരുത്തുറ്റ, ക്ഷമാശീലനായ വിശ്വാസിയാണ് ഉത്തമൻ. വഫീ കുല്ലിൻ ഖൈറുൻ, എല്ലാവരും സത്യവിശ്വാസികൾ തന്നെ. പക്ഷേ കരുത്ത് എന്നത്, നിശ്ചയദാർഢ്യം എന്നത്, പ്രതിസന്ധികളിൽ പതറിപ്പോകാതിരിക്കുന്ന ഇസ്ലാം എന്നതാണ്
വിജയത്തിൻ്റെ നിദാനമായിട്ട് ഖുർആനും പ്രവാചകനും നമ്മുടെ മുമ്പാകെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. വലാകിന്നകും തസ്തഅജിലൂൻ, പക്ഷെ നിങ്ങൾ അല്പം ധൃതി കാണിച്ചു പോവുകയാണ്. നമുക്ക് വെപ്രാളം എന്ന ഒരവസ്ഥ വന്നു പോകുന്നുണ്ട്. അങ്ങനെയല്ല, ഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഈ കാലരാത്രിക്കപ്പുറമുള്ളത് പ്രഭാതമാണ് എന്ന ഒരു ഉറച്ച വിശ്വാസം നമ്മെ നയിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ സൂചനകളാണ്, അതിൻ്റെ തുടക്കങ്ങളാണ്, അതിൻ്റെ ആദ്യ കിരണങ്ങളാണ് ഇന്ന് അറബ് ലോകത്ത് മാത്രമല്ല പാശ്ചാത്യ ലോകത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് നൂറ്റാണ്ടിനപ്പുറം ഒരു ഇസ്ലാമിക ചിന്തകൻ അറബി ഭാഷയിൽ പറഞ്ഞതിൻ്റെ അർത്ഥം മാത്രം ഞാൻ പറയുകയാണ്. യൂറോപ്പ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് ഇസ്ലാമിനെ ഗർഭം ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു ദിവസം യൂറോപ്പ് ആ ശിശുവെ പ്രസവിക്കും. അതേസമയം ഏഷ്യയും ആഫ്രിക്കയും പടിഞ്ഞാറിനെ ഗർഭം ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും ഒരു ദിവസം പ്രസവിക്കും. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഭീരുക്കളായ, മറ്റുള്ളവരെ കണ്ട് അസ്വസ്ഥപ്പെടുന്ന, അവരെ പോലെ ആകേണ്ടിയിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ഒരു തലമുറ പാശ്ചാത്യൻ സംസ്കാരത്തിൽ അഭിനിവേശം കൊണ്ട് അതിൻ്റെ അടിമകളായി മാറിപ്പോകുന്ന ഒരു കാലഘട്ടം വരുമെന്നാണ് പറഞ്ഞ ചിന്തകൻ അർത്ഥമാക്കുന്നത്. ആ കാലഘട്ടം വന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ അവസാനത്തെ അവശിഷ്ടങ്ങളാണ് മുസ്ലിം ലോകത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടുന്നത് എന്നതാണ് നിലവിലുള്ള അവസ്ഥ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചില സൂചനകൾ മാത്രം ഞാൻ പറയാം. ഉർദുഗാൻ, റജബ് തയ്യിബ് ഉർദുഗാൻ ഈ തുർക്കിയിൽ അധികാരത്തിൽ വരുമെന്നത് കാര്യകാരണ ബന്ധപ്രകാരം ഒരു രാഷ്ട്രീയ മീമാംസകനും ഗണിച്ചെടുക്കുവാൻ കഴിയാത്ത ഒരു മുഴുജിസത്ത് പോലുള്ള സംഭവമാണ്. അൾട്രാ സെക്കുലറിസ്റ്റുകൾ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരന്മാരായ സെക്യുലറിസ്റ്റുകൾ ആധിപത്യം പുലർത്തിയ കമാൽ അതാതുർക്കിന്റെ തുർക്കി രാജ്യം പേരിന് ഭരണകൂടമാണെങ്കിലും എല്ലാ അധികാരവും കൈയടക്കി വെച്ച സൈന്യമാണ് അവിടെ സെക്യുലറിസത്തിന്റെ കാവൽക്കാരായി നിന്നിരുന്നത്. അതുപോലും പിന്നീട് വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം 112 മറ്റോ ആളുകൾ അടങ്ങിയ സെക്യുലറിസ്റ്റ് ഭീകരന്മാരുടെ ഒരു സൈനിക ഗ്രൂപ്പാണ് സർവം നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. ഒരു വിധത്തിലും ഇസ്ലാമിൻ്റെയും സത്യത്തിൻ്റെയും മൂല്യങ്ങളുടെയും ഒരു പ്രകാശവും കടക്കുവാൻ അനുവദിക്കാതെ അടച്ചു പൂട്ടിയ ഭീകരതയുടെ സെക്യുലറിസം എന്ന അവരുടെ അർത്ഥത്തിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, കമാൽ അതാതുർക്കിന്റെ കാലത്ത് അറബിയിൽ ബാങ്ക് വിളിക്കുന്നത് പോലും നിരോധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് വന്നിട്ട് ഉറുദുഗാൻ അധികാരത്തിൽ വരുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒരു വിദ്യാസമ്പന്നയായ മുസ്ലിം യുവതി പാർലമെന്റിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ MP പാർലമെന്റ് മെമ്പർഷിപ്പ് ഉപേക്ഷിച്ചുകൊണ്ട് ഇറങ്ങിപ്പോരേണ്ടി വന്ന സന്ദർഭം ഉണ്ടായിരുന്നു. അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ല, രാഷ്ട്രീയം അറിയാത്തത് കൊണ്ടല്ല, നേരെ മറിച്ച് അവർ മുഖമക്കന ധരിച്ചുകൊണ്ടാണ് പാർലമെന്റിൽ ചെന്നിരുന്നത്. അവിടെ നിന്ന് അവർക്ക് മറുപടി കിട്ടി, ഇവിടെ മുഖമക്കന ധരിച്ച ഒരു പെണ്ണിനും ഇരിക്കാനുള്ള സ്ഥാനമില്ല. മുഖമക്കന ധരിച്ചുകൊണ്ട് സാമൂഹ്യ രംഗത്തിൽ ഒരിടത്തും പ്രത്യക്ഷപ്പെടുന്ന ഒരൊറ്റ പെൺകുട്ടിക്കും തുർക്കിയിൽ സ്ഥാനമില്ല. ഗെറ്റ് ഔട്ട്, ഗോ ബാക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ നിയമത്തിൻ്റെ മുമ്പിൽ നിസ്സഹായമായി, ഭരണകൂട ഭീകരതയ്ക്ക് മുമ്പിൽ അടിയറവ് പറയേണ്ടി വന്നുകൊണ്ട് ധീരയായ ആ പാർലമെന്റ് മെമ്പർ പാർലമെന്റ് വിട്ടുകൊണ്ട് പുറത്തു പോകേണ്ടി വന്ന തുർക്കിയിൽ അടുത്തു വന്നത് ഉറുദുഗാന്റെ ഭരണമാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു, അത് പ്രവാചകനില്ലാത്ത കാലത്തിലെ മുഅ്ജിസത്താണ് സംഭവിച്ചിട്ടുള്ളത്. മുഅ്ജിസത്തുൻ വലാ നബിയ്യ ലഹ, നബിയില്ലാതെയും ചിലപ്പോൾ മുഅ്ജിസത്തുണ്ടാകും. അതിന് കറാമത്ത് എന്നാണ് പറയേണ്ടത്. അല്പം വെള്ളം ചേർത്തിട്ടുള്ള ഒരു കനം കുറഞ്ഞ സാധനമാണ് കറാമത്ത് എന്ന് പറയുന്നത്. മുഅ്ജിസത്ത് അല്ലെങ്കിൽ കറാമത്താണ് തുർക്കിയിൽ സംഭവിച്ചിട്ടുള്ളത്.
ആ തുർക്കി ഇസ്ലാമിൻ്റെ നേരിയ ഒരു ചലനം കാണിക്കുവാനേ അവർക്ക് അധികാരമുണ്ട്. ഇത്രത്തോളം നിയമത്താൽ വരിഞ്ഞുകെട്ടപ്പെട്ട ആ രാഷ്ട്രത്തിൽ ഉറുദുഖാനെ പോലുള്ള ഒരു രാഷ്ട്ര മീമാംസകൻ എത്ര തന്ത്രപരമായിട്ട് നമ്മൾ അതിശയിച്ചു പോകുന്ന സാമർത്ഥ്യത്തോടുകൂടി ഒരു ജനതയെ, അവരുടെ സംസ്കാരത്തെ, അവരുടെ ജീവിത അഭിരുചികളെ മെല്ലെ മെല്ലെ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഭാര്യ സ്കാർഫ് ധരിക്കുവാൻ ദീനിന്റെ അടിസ്ഥാനത്തിൽ നിർബന്ധിക്കപ്പെട്ടതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും സമർത്ഥയായ ഡ്രസ്സ് വിദഗ്ധന്മാരെ സമീപിച്ചിട്ട് വേഷമുണ്ടാക്കിയിട്ടാണ് സ്കാർഫ് ധരിക്കേണ്ടി വന്നത്. സ്കാർഫായിരിക്കുകയും വേണം, ഈ പാശ്ചാത്യ അവിടുത്തെ നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുകയും വേണം എന്ന ഒരു അവസ്ഥയിൽ ഇത്രത്തോളം പ്രതിബന്ധങ്ങളോടുകൂടിയാണ് ആ രാജ്യം ഇസ്ലാമിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് തുർക്കി എന്ന് പറയുന്നത് യൂറോപ്പിലെ രോഗിയായ ഒരു രാഷ്ട്രമല്ല. ഈ യൂറോപ്പിലെ ആരോഗ്യമുള്ള ഇസ്ലാമിക ലോകത്തിന് നേതൃത്വം നൽകുവാൻ അർഹമാണെന്ന് അംഗീകരിക്കപ്പെട്ട പാശ്ചാത്യ ലോകത്തിൽ മതിപ്പോടുകൂടി വീക്ഷിക്കപ്പെടുന്ന ഒരു രാഷ്ട്രമാണ് തുർക്കി എന്ന് പറയുമ്പോൾ അത് നാം അംഗീകരിച്ചേ മതിയാകൂ. ഇതാണ് ഒരു ഉദാഹരണം. രണ്ടാമതായിട്ട് സൈനുൽ ആബിദീൻ്റെ തുനീഷ്യയെ നമുക്കെടുക്കാം. മറുവശത്ത് ഗനൂഷിയുടെ തുനീഷ്യയെ നമുക്കെടുക്കാം. എവിടെ നിന്നാണ് തുനീഷ്യ ഇസ്ലാമിലേക്ക് വരുന്നത് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ബൂറക്കീബ എന്ന് പറയുന്ന ആ ഭരണാധികാരിയുടെ കാലത്ത്, സൈനുൽ ആബിദീൻ്റെ മുമ്പിലത്തെ കാലത്ത്, നോമ്പെടുക്കൽ മുസ്ലിം യുവാക്കൾക്ക് വിരോധിക്കപ്പെടേണ്ടതാണ്. നിയമപരമായി വിരോധിച്ചോ എന്നെനിക്ക് സംശയമുണ്ട്, ഉണ്ടാകാൻ ഇടയില്ല. പക്ഷേ നോമ്പെടുക്കരുത്. യുവാക്കൾ നോമ്പെടുക്കുകയാണെങ്കിൽ അവരുടെ അധ്വാനത്തിൻ്റെ കഴിവ് നഷ്ടപ്പെട്ടു പോകും. അത് രാഷ്ട്രത്തിന് നഷ്ടമാണ്. അതുകൊണ്ട് അനാവശ്യമായി ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് അധ്വാനശേഷി നഷ്ടപ്പെടുന്നത് രാഷ്ട്രവികസനത്തോടുള്ള രാജ്യദ്രോഹമാണ് എന്ന് പ്രസംഗിക്കാനും മുസ്ലിം സമൂഹത്തിൻ്റെ മുമ്പാകെ പ്രസംഗിക്കാനും ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ ധൈര്യപ്പെട്ട ഭരണാധികാരിയാണ് അബൂറക്കീബ എന്ന് പറയുന്ന ആൾ. B.A. കബീർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി, ബൂറക്കീബക്ക് അദ്ദേഹത്തിൻ്റെ കൊട്ടാര തുല്യമായ ആ പാർപ്പിടത്തിൽ നിന്ന് മറ്റൊരു കുറുക്കു വഴി, ഒരു ഇടനാഴി ഉണ്ടായിരുന്നു എന്ന് എഴുതിയതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ഞാൻ കബീറിനോട് വിശദീകരണം ചോദിച്ചപ്പോൾ, ചോദിക്കണ്ട, നിങ്ങൾക്ക് മനസ്സിലായാൽ മതി എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇടനാഴികളിൽ കൂടി ജീവിതം നയിക്കുന്ന, നോമ്പ് പോലും നാഗരികതയ്ക്ക് വിരുദ്ധമാണെന്ന് സമർത്ഥിക്കുവാനും ലജ്ജയില്ലാത്ത ഭരണാധിപന്മാരിലൂടെയാണ് അദ്ദേഹം കടന്നു വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞ സംഭവത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകണമെന്ന് എനിക്ക് നിർബന്ധമില്ല. അദ്ദേഹം ആരാണെന്ന് സൂചിപ്പിക്കുക മാത്രമാണ് എൻ്റെ ഉദ്ദേശം. പിന്നെയാണ് സൈനുൽ ആബിദീൻ എന്ന പേര്. അദ്ദേഹം അധികാരത്തിൽ വന്നിട്ടുള്ളത് ഒടുവിൽ പുറത്തുപോയ അദ്ദേഹം വന്നത് ഇതേ പിന്തുടർച്ച അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ്. ബൂറക്കീബിൻ്റെ കാലത്ത് നടന്ന മറ്റൊരു സംഭവം ഞാൻ പറയാം. വിദ്യാസമ്പന്നയായ ഒരു യുവതി പാശ്ചാത്യൻ രാജ്യത്ത് നിന്ന് വിമാനത്തിൽ വന്ന് തുനീഷ്യയുടെ തലസ്ഥാന നഗരിയിൽ വിമാനത്താവളത്തിൽ വന്നിറങ്ങും. അവർ മാന്യമായ സ്കാർഫ് ധരിച്ചിരുന്നു. മുഖം മൂടി കെട്ടിയ ആ പർദ്ദയൊന്നുമല്ല, പക്ഷെ മാന്യമായ മുഖം കാണുന്നുണ്ടെങ്കിലും മുടിയൊക്കെ മറച്ചുകൊണ്ടുള്ള മാന്യമായ ഒരു സ്കാർഫ് ധരിച്ചിരുന്നു. ഉടനെ എയർപോർട്ട് പോലീസുകാർ പറഞ്ഞു, പെൺകുട്ടി ഈ വേഷവുമായിട്ട് പുറത്തിറങ്ങാൻ പറ്റുകയില്ല, പാസ്പോർട്ടിലൊന്നും കുഴപ്പമില്ല, വിഷയമൊക്കെ ശരിയാണ്, പക്ഷെ പുറത്തിറങ്ങാൻ പറ്റുകയില്ല. അവർ തർക്കിച്ചപ്പോൾ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോലീസ് മേധാവിയുടെ അടുത്ത് പോകുന്നു. പോലീസ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽ അപ്പോഴും മെമ്പറായിക്കൊണ്ട് ആ പേര് ധരിച്ച ബൂറക്കീബയുടെ കീഴിലുള്ള ഒരു മുസ്ലിം പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ അടുത്ത ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നു. ആ ഏഭ്യനായ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പെൺകുട്ടിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നിന്റെ മുമ്പിൽ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ, രണ്ടിലൊന്ന് നിനക്ക് തീരുമാനിക്കാം. ഒന്നുകിൽ സ്കാർഫ് മാറ്റിയെടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുക, അല്ലെങ്കിൽ നിന്നെ ഞാൻ ബലാത്സംഗം ചെയ്യാൻ പോവുക.
ഈ തുനീഷ്യയിലാണ് മാറ്റം സംഭവിച്ചിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമോ? അഥവാ ഉണ്ടായാൽ ഈ ഭീകരതയുടെ കാലഘട്ടത്തിൽ പോലും ചോദ്യം ചെയ്യപ്പെടാവുന്ന ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്തുണ്ട്. കൊല്ലങ്ങൾ കഴിഞ്ഞാലും ഗുജറാത്തിലെ കബറിടങ്ങളിൽ നിന്ന്, ശ്മശാന ഭൂമിയിൽ നിന്ന് നെടുവീർപ്പുകൾ ഉയർന്നു വരുമ്പോൾ ശിക്ഷാ വിധികൾ പലരെയും പിടികൂടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നിയമം പിടികൂടുന്ന ഒരു സാഹചര്യം നമ്മുടെ ഇന്ത്യ രാജ്യത്തെങ്കിലുമുണ്ട്. അവിടെ നിയമം അത്ര കർക്കശമായി ജനാധിപത്യ വ്യവസ്ഥ നിലവില്ലാതിരുന്നതിനാൽ പടച്ച തമ്പുരാൻ നേരിട്ടിടപെടേണ്ടി വന്നു. അഭിമാനിയായ ആ പെൺകുട്ടി, ദീനീ ബോധമുള്ള ആ പെൺകുട്ടി തിരിച്ചുപോയി. നാട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ തിരിച്ചുപോയി. അവർ ആ മറ്റൊരു പാശ്ചാത്യ രാജ്യത്തിലെ പൗരത്വം സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ പൗര എന്ന നിലയിൽ സ്കാർഫ് ധരിച്ച് അതേ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ ഒരു വിദേശ രാജ്യത്തിലെ പൗരയെ തൊടുവാൻ ഇവർക്ക് ധൈര്യമില്ലാത്തത് കൊണ്ട് അവർ ധൈര്യത്തോടുകൂടി പുറത്തുപോയ കഥയുണ്ട്. ആ തുനീഷ്യയാണ് മാറിയിട്ടുള്ളത്. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരു ചെറിയ പെട്ടിക്കട നടത്തുവാൻ, പച്ചക്കറിയുടെ പെട്ടിക്കട നടത്തുവാൻ ഒരു അസീസ് അഹമ്മദ് ജീവിതം ഉന്തി നീക്കിക്കൊണ്ടിരുന്ന ഘട്ടത്തിൽ സാങ്കേതികമായ കാരണങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് ഒരു വനിതാ പോലീസാണെന്ന് തോന്നുന്നു അസീസ് അഹമ്മദിന്റെ മുഖത്ത് അടിക്കുകയില്ല. ആ അടിയുടെ വേദനയല്ല, അപമാനത്തിന്റെ ഭാരം ആ ചെറുപ്പക്കാരനെ താങ്ങാൻ കഴിയുന്നതിനേക്കാൾ അധികമായിരുന്നു. അതിന്റെ ഫലമായി അസീസ് അഹമ്മദ് ആത്മഹത്യ ചെയ്ത അസീസ് അഹമ്മദിന്റെ ആത്മാവ് ആ ഭരണകൂടത്തെ ഭൂതത്താനെ പോലെ വരിഞ്ഞു കെട്ടിക്കൊണ്ട് കടപുഴക്കി എറിഞ്ഞ അഭിമാനകരമായ തിരിച്ചടിയാണ് സംഭവത്തിനുണ്ടായിട്ടുള്ളത്. ഇതാണ് തുനീഷ്യയുടെ ചരിത്രം. അതാണ് അവിടെ മാറ്റമുണ്ടായതിൻ്റെ പശ്ചാത്തലം എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഒടുവിലത്തെ വലിയ ഈജിപ്ത് എന്ന ആ സങ്കേതത്തിലേക്ക് വരുമ്പോൾ എന്തായിരുന്നു അവിടുത്തെ സ്ഥിതി? ഇതുപോലെ തന്നെ സ്കാർഫ് ധരിക്കുവാൻ ആ മുസ്ലിം രാജ്യത്തും അധികാരമുണ്ടായിരുന്നു. നമ്മളിത് അറിയാത്തവരാണ്, നമുക്ക് എന്താണെന്ന് മനസ്സിലാവുകയില്ല. ഒരു പെൺകുട്ടി അവരുടെ തലമറക്കുവാൻ വേണ്ടി ഇങ്ങനെയൊരു മക്കൻ അല്പം വൃത്തിയോടുകൂടി തന്നെ ധരിച്ചാൽ അത് ഭരണകൂട വിരുദ്ധമാണ്, ഭീകരതയാണ് എന്നാണ് ആ നാട്ടിലെ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ ശാന്തപുരത്തെ വളരെ മാന്യനായ ഒരു ഇഹ്വാനനുഭാവിയായ അധ്യാപകൻ, അറബി അധ്യാപകൻ, ഈജിപ്തുകാരൻ അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു. നമുക്ക് ഉഫുദായിട്ട് ലഭിച്ചിട്ടുള്ള ഒരു അധ്യാപകനായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഈജിപ്തിലേക്ക് തിരിച്ചു പോയപ്പോൾ മടങ്ങി വരാൻ വളരെ വൈകി. ഞാനും ആ കാലത്ത് ശാന്തപുരത്ത് പോകാറുണ്ടായിരുന്നു. ഇത്രയും നല്ല മനുഷ്യനോട് നമുക്ക് വല്ലാതെ ആദരവുണ്ട്. ഇദ്ദേഹം തിരിച്ചു വരാത്തതിൽ ഞങ്ങളൊക്കെ സങ്കടപ്പെടുകയായിരുന്നു. വളരെ വൈകി, മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വന്നു. കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ ഈ ചെറിയ താടിയാണ് വില്ലനായത്. നമ്മൾ അത്ര വലിയ താടിയൊന്നുമല്ല, സാധാരണ ജമാഅത്തുകാർക്കുണ്ടാകുന്ന ഒരു ഒത്ത താടി മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അതിനേക്കാളൊക്കെ താടിയുണ്ട്. പക്ഷെ ഈ താടി വെച്ചുകൊണ്ട് അദ്ദേഹം എയർപോർട്ടിൽ പോയപ്പോൾ പിടിച്ചു, പോലീസുകാരൻ പിടിച്ചു. ഇതുമായിട്ട് ഇവിടെ നടക്കാൻ പറ്റില്ല, ഇത് ഭീകരതയുടെ അടിയാണ്. പുരുഷനാണെങ്കിൽ ആണെങ്കിൽ സ്കാർഫ്. അങ്ങനെ ഒരുപാട് പീഡനങ്ങൾ സഹിച്ചിട്ടാണ് അദ്ദേഹം എന്തെല്ലോ അവസാനം വിചാരിച്ചോ മറ്റോ വിട്ട് രണ്ടാമത് ശാന്തപുരത്തെത്തിയിട്ടുണ്ട്. ഈ രാജ്യമാണ് 60 കൊല്ലമായിട്ട്, അഥവാ 1960 മുതൽ അരനൂറ്റാണ്ട് കാലമായിട്ട് അവിടെ TV-യിൽ വാർത്ത വായിക്കുന്ന ഒരൊറ്റ പെൺകുട്ടിയും അവൾ മുസ്ലിമായിരിക്കെ തന്നെ സ്കാർഫ് ധരിച്ചുകൊണ്ട് TV-യിൽ സന്നിഹിതരായിട്ടില്ല. എന്നാൽ ഏറ്റവും ഒടുവിൽ ഒരു മുസ്ലിം വനിത ഫാത്തിമ നബീൽ, ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. ഈ സദസ്സിൻ്റെ അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ ആ പെൺകുട്ടിക്ക് ഞാൻ അന്തരീക്ഷത്തിൽ കൂടി അയച്ചു കൊടുക്കുകയാണ്. ആ പെൺകുട്ടി തീർച്ചയായും അവരുടെ ഫോട്ടോത്തോടുകൂടി വാർത്ത വായിക്കുന്ന ചിത്രം കണ്ട് ഞാൻ ആനന്ദിച്ചു പോവുകയുണ്ട്. ആ ഫാത്തിമ നബീൽ പുതിയ ഇസ്ലാമിൻ്റെ പ്രതിനിധിയാണ്.
പെണ്ണുങ്ങളോട് ഞാൻ അഭിമാനപൂർവ്വം പറയുന്നു, നിങ്ങളിൽ ഓരോരുത്തരിലും ഫാത്തിമ നബീലുകളുണ്ട്. നിങ്ങളുടെ സന്തതികൾ, നിങ്ങളുടെ പെൺകുട്ടികൾ ഫാത്തിമ നബീലായിട്ട് വളരാൻ പോവുകയാണ്. അതിനേക്കാൾ വലിയ കാര്യമാണ് തവക്കുൽ കിർമാൻ നൊബേൽ സമ്മാനം വാങ്ങിക്കൊണ്ട് ചെയ്തിട്ടുള്ള ശ്രദ്ധേയമായ പ്രസംഗം. തീർച്ചയായും വാദിക്കാം, യമനിലെ തവക്കുൽ കിർമാൻ എന്ന വിദ്യാസമ്പന്നയായ ഇസ്ലാമിസ്റ്റായ യുവതിക്ക് നൊബേൽ സമ്മാനം നൽകിയിട്ടുള്ളതിൽ പടിഞ്ഞാറിൻ്റെ വശീകരണ ശക്തിയുണ്ട്, തന്ത്രമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനതിനെ അംഗീകരിക്കുന്നതിൽ തടസ്സമൊന്നുമില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നു, തവക്കുൽ കിർമാന് ഭീകരതയുടെ തടവറയ്ക്ക് പകരം നൊബേൽ സമ്മാനം നൽകി ആദരിക്കേണ്ടുന്ന ഒരു സാഹചര്യമാറ്റം ലോകതലത്തിൽ ഉണ്ടായിട്ടുള്ളത് കൊണ്ടല്ലേ അത് വേണ്ടി വന്നത് എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായിട്ടുള്ളത്. ആ നോബൽ സമ്മാനം സ്വീകരിച്ച് അവർ ചെയ്യാവുന്ന പ്രസംഗത്തെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ടായിരുന്നു. സന്ദർഭത്തിൽ പതറി എന്തെങ്കിലും വഴുതിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. തർജ്ജമ മാത്രമാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അത് അഭിമാനപൂർവ്വം വായിക്കേണ്ടുന്ന ഒരു പ്രസംഗമാണ്. ഏതെങ്കിലും സുഹൃത്ത് അത് വായിച്ചിട്ടില്ലെങ്കിൽ ഒറിജിനൽ നോക്കി നെറ്റിലോ മറ്റും വരുത്തി വായിക്കേണ്ടതുണ്ട്. എവിടെയും ഇസ്ലാമിൻ്റെ മധ്യരേഖയിൽ നിന്ന് വ്യതിചലിച്ചു പോകാതെ ഒരു പാശ്ചാത്യ സമൂഹത്തെ വളരെ സമുന്നതമായ ഒരു വേദിയിൽ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് ആ ഫാത്തിമ തവക്കുൽ കിർമാൻ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഇസ്ലാമിൻ്റെ മക്കൾ, ഇസ്ലാമിൻ്റെ പെൺമക്കൾ, ഇസ്ലാമിൻ്റെ യുവാക്കൾ, യുവതികൾ ആ അക്ഷരം കുറിച്ചുകൊണ്ട് ലോകത്ത് മാതൃകകൾ സൃഷ്ടിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, പുതിയ ഒരു യുഗപ്പിറവി തീർച്ചയായും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന മകൾ എന്ന സ്ഥിതിയാണുള്ളത്. ഇന്ന് മുർസിയാണ് താരം. മുർസി വന്നപ്പോൾ എനിക്ക് സങ്കടമുണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഇഹ്വാന്റെ യഥാർത്ഥ പ്രസിഡന്റിന്റെ ഒരു ഡമ്മി മാത്രമാണ്. ഡമ്മിയെ പലപ്പോഴും നമ്മൾ പിടിച്ചിരുത്തുന്ന ഒരു ബൊമ്മയാണ്. ഡമ്മിയിൽ നമ്മളാരും കഴിവുകൾ ആരോപിക്കാറില്ല. കാരണം വല്ലപ്പോഴുമേ അബദ്ധം വരികയുള്ളൂ. വന്നാൽ ഒന്നിനെ പിടിച്ച് നിർത്താറാണ്. ഇങ്ങനെ ഒരു മുർസി വന്നിട്ട് ആകെ കുളമാകുമോ എന്ന് എനിക്ക് സ്വയം ഒരു പിടിയുണ്ടായി. കാരണം മുഴുവൻ യോഗ്യതയുള്ള ആളെയാണല്ലോ ആദ്യം പ്രസിഡന്റായിട്ട് നിർദ്ദേശിച്ചത്. അദ്ദേഹത്തിൻ്റെത് സാങ്കേതിക കാരണം പറഞ്ഞ് തള്ളിക്കളഞ്ഞു. പക്ഷെ മുർസി വന്നപ്പോൾ നമ്മൾ പുതിയൊരു ലോകം കാണുകയാണ്. 80% അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ റേറ്റ്. അത് ഏറിയും കുറഞ്ഞുമൊക്കെ നിൽക്കും. കുറഞ്ഞ നാളുകളിൽ ലോക ഭൂപടത്തിൽ, രാഷ്ട്രീയത്തിൻ്റെ ഭൂപടത്തിൽ ശക്തമായ വരകൾ കുറിക്കുവാൻ മുർസിക്ക് സാധ്യമായിരിക്കുന്നു. ഇസ്ലാമിസ്റ്റുകൾക്ക് ലോകമറിയാം, ലോകം ഭരിക്കാനറിയാം എന്ന് മുർസി സമർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് സ്വർഗത്തിലെ കട്ടറുമ്പ് പോലെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട്. മത തീവ്രവാദത്തിൻ്റെ എന്ന് പറയപ്പെടുന്ന ഒരു ശരീഅത്ത് ശൈലിയൊക്കെ സെലഫികളിൽ ഒരു വിഭാഗത്തെ, മൊത്തം സെലഫികളെ കുറ്റപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ശരിയല്ല. പക്ഷേ സെലഫികളുടെ നല്ല വിഭാഗങ്ങൾ പോലും പ്രയാസപ്പെടുന്ന തരത്തിൽ തീവ്രവാദത്തിൻ്റെതായ മതശൈലിയോടുകൂടി ഒരു വിഭാഗം മുസ്ലിം രാജ്യങ്ങളിലും ഇന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. യാ അഹ്ലൽ കിതാബി ലാ തഗ്ലൂ ഫീ ദീനിക്കും എന്ന് ഖുർആൻ പറഞ്ഞത് വേദക്കാരോടാണ്. വേദക്കാരെ, നിങ്ങൾ നിങ്ങളുടെ മതകാര്യത്തിൽ തീവ്രത പുലർത്തരുത്. സന്തുലിതമായ സമന്വയമുള്ള ഒരു ഇസ്ലാമാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. എടുക്കാൻ കഴിയാത്തതും പിന്നീട് പ്രശ്നമുണ്ടാക്കുന്നതുമായ മതതീവ്രത നിങ്ങൾ കൊണ്ടു നടക്കരുതെന്ന് പറഞ്ഞത് വേദക്കാരനാണ്. ഇന്ന് മുസ്ലിം സമുദായത്തിലെ നമ്മുടെ സഹോദര വിഭാഗങ്ങളോട് ലാ തഗ്ലൂ ഫീ ദീനിക്കും, മതതീവ്രത ശരിയല്ല എന്ന് നമ്മൾ പറയേണ്ടി വന്ന ഒരു കാലഘട്ടമാണ്. താടി വേണ്ടത്ര താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക, മുട്ടോളം താടി നീണ്ടുകൊണ്ടിരിക്കുക, മുണ്ട് മേലോട്ട് മുട്ടോളം കയറിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഈ കൃഷിപ്പാടങ്ങളിലൊക്കെ കുത്തുന്ന തേക്കോലം പോലെ ഒരു ഏർപ്പാട്. ഇങ്ങനെയുള്ള ഒരു ഇസ്ലാം എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ പ്രതിനിധി ഒരു ആഭാസത്തിൻ്റെ പ്രതീകമാകേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ സുന്നത്ത് ആദത്ത് തുടങ്ങിയ
കാര്യങ്ങളിലുള്ള വിവേചന ബുദ്ധി നഷ്ടപ്പെട്ടതോ ഉപയോഗപ്പെടുത്താത്തതോ ആണ് ഇതിനൊക്കെ കാരണം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ ഈ ശൈലി തമാശ പറയുന്നതല്ലാത്തത് കൊണ്ട് പല തമാശയും വരുമ്പോൾ ഞാൻ ഒഴിവാക്കുകയാണ്. ഒന്ന് ഞാൻ പറഞ്ഞു പോകുന്നു. 1950-കളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ താടിയെക്കുറിച്ച് ഒരു നാടൻ പാട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അന്ന് ജമാൽ മങ്കട ജനിച്ചിട്ട് പോലുമില്ല. ജമാൽ മങ്കടയുടെ താടി കാണാതെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ താടിയെപ്പറ്റി പാടിയപ്പോൾ ഒരൊറ്റ ആളെ എവിടെയെങ്കിലും കണ്ടെത്താൻ ഞാൻ പ്രയാസപ്പെട്ടു പോയി. ആ ജാതി താടിയുള്ള ഒരാളില്ല. പാട്ടെന്താണെന്ന് വെച്ചാൽ, എന്തിനാ മൗദൂദികൾക്ക് താടി തിരനീളം നീണ്ടുവാലിഞ്ഞല്ല കീടക്കുന്നു നഞ്ഞത്തോളം. ഇങ്ങനെയാണ് പാട്ട്. അതൊരു സങ്കല്പത്താടിയാണ്. എന്നാൽ ഞാനീ പറഞ്ഞ സലഫി സഹോദരങ്ങൾ ഇന്ന് നിസ്കാരത്തിന് കൈകെട്ടുന്നത് നെഞ്ചത്തല്ല, താടിമേലാണ്. നിങ്ങൾ വിചാരിക്കും കൈ താടിയിലേക്ക് വരികയാണെന്ന്. അങ്ങനെയല്ല, താടി നെഞ്ചിലേക്ക് താഴുകയാണ്. ഇങ്ങനെ ഒരാഭാസ ചിത്രം ഇസ്ലാമിന് നൽകിക്കൊണ്ട് ഇപ്പോൾ ശരീഅത്ത് നടപ്പാക്കണം എന്ന് പറയുകയാണ്. ഒരു രാഷ്ട്രം കടന്നു വന്ന പ്രയാസകരമായ പാതകളൊന്നും അറിയാതെ, അതിനെ വിലവെക്കാതെ ഇപ്പോൾ എന്തുകൊണ്ട് തുടങ്ങണം എന്ന് തീരുമാനിക്കാത്തത് കൊണ്ടാണ് ഈ സഹോദരങ്ങൾക്ക് അബദ്ധം പറ്റുന്നത്. ഓരോന്നിനും ഓരോ സന്ദർഭത്തിൽ കൊടുക്കേണ്ടുന്ന പ്രാധാന്യമാണ്. നമ്മൾ ഇന്ന് ലോകത്ത് ഒരേകധ്രുവ ലോകത്താണ് താമസിക്കുന്നത്. എന്ത് പറഞ്ഞാലും അമേരിക്കയാണ്, പാശ്ചാത്യ ശക്തിയാണ് ലോകത്ത് ആധിപത്യം പുലർത്തുന്നത്. അവനെ പോലീസ് എന്ന് വിളിക്കുന്നത് പോലീസിനെ അപമാനിക്കലാണ്. പട്ടാളം എന്ന് വിളിക്കുന്നത് പട്ടാളത്തെ മാനം കെടുത്തലാണ്. ഭീകരത എന്നാണ് യഥാർത്ഥത്തിൽ അവനെ വിളിക്കുന്നത്. അങ്ങനെ ഒരു ലോക ഭീകരൻ മാനവരാശിയെ കുടുക്കി കീഴ്പ്പെടുത്തി നിർത്തിയ ഒരു സാഹചര്യത്തിൻ്റെ ഉള്ളിൽ ചില രാഷ്ട്രങ്ങളിൽ ഭരണതലത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ തട്ടിത്തെറിപ്പിക്കുവാൻ അവസരം നൽകാതെ നയതന്ത്രത്തോടുകൂടി മെല്ലെ മെല്ലെ നീങ്ങേണ്ടതായിട്ടുണ്ട്. ഇത് അറിഞ്ഞുകൂടാത്തവരാണ് ഇപ്പോൾ ശരീഅത്ത് നടപ്പാക്കണം, കൈപറ്റണം, വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലണം തുടങ്ങിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നത്. നമ്മുടെ അഫ്ഗാനിൽ ശരിയായ റിപ്പോർട്ട് എനിക്കില്ല, എങ്കിലും ബുദ്ധന്മാരുടെ ഒരു വലിയ വിഗ്രഹം, ശ്രീബുദ്ധൻ്റെ ഒരു വലിയ വിഗ്രഹം താലിബാൻ തകർത്തതായ ആരോപണമുണ്ടായിരുന്നു. റിപ്പോർട്ടിൽ വല്ല അപാകതയുണ്ടോ എന്ന് എനിക്കറിയാൻ കഴിയില്ല. പക്ഷേ ഈ ലോകം വിശ്വസിച്ചത് അതാണ്, ബുദ്ധപ്രതിമ തകർത്തു എന്നുള്ളതാണ്. സംഭവം ശരിയാണ്. ശരിയല്ലെങ്കിൽ ശക്തമായി താലിബാൻ നിഷേധിച്ചുകൊണ്ട് ലോകത്തെങ്ങും വാർത്ത പ്രചരിപ്പിക്കേണ്ടതായിരുന്നു. അത് കണ്ടിട്ടില്ല. തകർക്കപ്പെട്ടു എന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. യഥാർത്ഥത്തിൽ ബുദ്ധന്മാരില്ലാത്ത ആ ലോകത്ത് സന്യാസികളൊക്കെ സന്ദർശിക്കാൻ വരും, അതിൽ ചാരന്മാരുണ്ടാകും എന്നൊക്കെ ഭയപ്പെട്ടിട്ടോ മറ്റോ ബുദ്ധൻ്റെ വിഗ്രഹം തകർക്കുക എന്നത് ഒരു ഭരണകൂടം ആദ്യമായി ചെയ്യേണ്ടുന്ന പ്രവർത്തനമല്ല. ഭരണകൂടം ശാന്തമായി ആലോചിച്ച് ജനങ്ങളെ കയ്യിലെടുക്കുവാൻ പറ്റുന്ന, ജനപിന്തുണ വർദ്ധിക്കുവാൻ പറ്റുന്ന കാര്യങ്ങൾ ആദ്യം നടപ്പാക്കുകയാണ് വേണ്ടത്. ഇന്ന് മുർസി ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനപിന്തുണ നേടുവാൻ കഴിയുന്ന ആ കാര്യങ്ങളാണ്. അതോടുകൂടി തന്നെ ഒരന്തരീക്ഷമാണ് അദ്ദേഹം മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേക നിയമമൊന്നും നടപ്പാക്കാതെ തന്നെ നൂറ്റാണ്ടിന് ശേഷം TV-യിൽ നമ്മുടെ ഫാത്തിമ നബിയിൽ സ്കാർഫ് ധരിച്ച് വന്നപ്പോൾ അതൊരു സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ അടയാളക്കുറിപ്പാണ് എന്ന് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുമല്ലോ. ഇതാണ് മാറ്റത്തിൻ്റെ പ്രായോഗികമായ സമീപന രീതിയെന്ന് 21-ാം നൂറ്റാണ്ടിലെ ഇസ്ലാം വളരെ മാന്യമായും വളരെ ശക്തമായും സുന്ദരമായും ഇന്ന് ലോകത്തിൻ്റെ മുമ്പാകെ സമർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ഡിപ്ലോമസി എന്ന കപടമായ സമീപന രീതിയാണ് ഇവിടെ സ്വീകരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കാതെയല്ല. ഇസ്ലാമിസ്റ്റുകൾ അതിൽ വീണുപോകാനൊന്നും പോകുന്നില്ല. പക്ഷെ അമേരിക്ക നല്ല വർത്താനം പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യേണ്ടുന്ന ആവശ്യമില്ല. അമേരിക്കക്ക് ഇഹ്വാനെ മെരുക്കിയെടുക്കണം, അറബി ലോകത്ത് ഉള്ള വിപ്ലവത്തെ അവരുടേതാക്കി മാറ്റിയെടുക്കണം. ഇതൊക്കെയാണ് അവൻ്റെ ഉള്ളിലിരിപ്പെന്ന് തീർച്ചയായും നമുക്കറിയാം. അവനെയും വശീകരിക്കുന്ന നയതന്ത്രമാണ് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് പഴയ ഇസ്ലാമല്ല എന്നുള്ളത്. 20-ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിന് ബീജാപാപം ചെയ്ത അബുൽ അല മൗദൂദിയും സയ്യിദ് ഷഹീദ്
ഹസനുൽ ബന്നയും സയ്യിദ് കുത്തുബുമൊക്കെ വിതച്ച വിത്താണ് ഇപ്പോൾ മുളച്ചു വരുന്നത്. അവർ സഹിച്ച ത്യാഗം, വഹിച്ച സേവനങ്ങൾ മാനവരാശിയെ കിടിലം കൊള്ളിപ്പിക്കുന്ന തരത്തിലുള്ള സഹാബത്തിൻ്റെ കാലത്ത് സംഭവിച്ചതോ അതിനേക്കാൾ ഭീകരമായ പീഡനങ്ങളാണ് ഇഖ്വാൻ സഹോദരങ്ങൾ സഹിച്ചു പോന്നിട്ടുള്ളതെന്നും അവരുടെ ചരിത്രം വായിച്ചാൽ നമുക്കറിയാം. ഇഖ്വാനിൻ്റെ മുഅ്ജിസത്തുകളെ സംബന്ധിച്ച പുസ്തകങ്ങളുടെ ഒരു സെറ്റുണ്ട്. എനിക്കത് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ വായിച്ച എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നു, നമുക്ക് പലതും നിഷേധിക്കാൻ സാധ്യമാണ്. അത്ര വലിയ അള്ളാഹുവിൻ്റെ സഹായങ്ങൾ ആ വിഷയങ്ങളിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഹസനുൽ ബന്ന ഷഹീദ് ഈജിപ്തിലെ ഏറ്റവും വലിയ സെക്യുലറിസ്റ്റ് ബുദ്ധിജീവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന താഹ ഹുസൈനിൻ്റെ ഒരു പുസ്തകത്തിന് മറുപടി പറഞ്ഞ ഒരു കഥ മാത്രം ഞാൻ ഓർമ്മിച്ചു പോവുകയാണ്. താഹ ഹുസൈൻ മുസ്തഖ്ബിലു സഖാഫത്തി ഫി മിസ്ർ, മിസ്രിൽ നാഗരികതയുടെ സംസ്കാരത്തിൻ്റെ ഭാവി എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാത്ത പാശ്ചാത്യൻ മനസ്സ് പ്രകടിപ്പിച്ച ഒരു പുസ്തകം എഴുതിയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ പുസ്തകത്തിൻ്റെ ഏതാനും വരികൾ എൻ്റെ പുസ്തകത്തിലെ ആമുഖത്തിൽ ഞാൻ ഉദ്ധരിച്ച് ചേർത്തിട്ടുണ്ട്. താഹ ഹുസൈന് പിൽക്കാലത്ത് വന്ന മാറ്റത്തെ സംബന്ധിച്ചും സന്തോഷപൂർവ്വം ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, നമ്മുടെ മുമ്പിൽ മാർഗം ഒന്നേ, പാശ്ചാത്യരെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും അടിമകളെ പോലെ പിന്തുടരുക. അവർ ചെയ്യുന്ന എല്ലാ നന്മകളിലും തിന്മകളിലും അവരോടൊപ്പം നിൽക്കുക. എന്നിട്ട് അവർ വളർന്നതുപോലെ നമ്മളും വളരുക. ശ്ലീലവും അശ്ലീലവുമായ സകലവും അവരിൽ നിന്ന് നാം ഉൾക്കൊള്ളുക. ഇങ്ങനെയാണ് അദ്ദേഹം എഴുതിയത്. ആ പുസ്തകത്തെ വെച്ചുകൊണ്ട് ഹസനുൽ ബന്ന ഷഹീദ് മറുപടി പറയുന്ന ഒരു പരിപാടി നിശ്ചയിച്ചിരുന്നു. എന്തോ ബഹളത്തിൽ നമ്മുടെ ആരിഫൽ സാഹിബിനൊക്കെ വരും അജാതി ഓർമ്മകൾ, പണി കയറിയാൽ അങ്ങനെയൊക്കെയാണ്. എന്തോ ഒരു തിരക്കിൽ ഹസനുൽ ബന്ന ഷഹീദ് ഈ പ്രസംഗം മറന്നുപോയി. എവിടെയോ നിന്ന് അദ്ദേഹവും സംഘവും മടങ്ങി വരുമ്പോൾ ആണ് പിറ്റേ ദിവസത്തെ പ്രസംഗത്തെക്കുറിച്ച് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോഴാണ് അദ്ദേഹം ആകെ ബേജാറാകുന്നത്. ഒരു വലിയ പുസ്തകം, ഒരു മഹാബുദ്ധിജീവി ഡോക്ടർ താഹ ഹുസൈനെ പോലെ കണ്ണില്ലാതിരുന്നിട്ടും സെക്യുലറിസത്തിന് നേതൃത്വം നൽകിയ ഒരു ബുദ്ധിമാൻ ഇദ്ദേഹം പുസ്തകത്തിന് മറുപടി പറയുക എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ബേജാറായി തിരക്ക് പിടിച്ച് നമ്മുടെ ഈ പുസ്തകത്തിലിപ്പം കൊടുത്ത ആളൊക്കെ നോക്കിയിട്ടുണ്ടാവുമല്ലോ, അതുപോലെയൊക്കെ ഒന്ന് നോക്കിയിട്ടാണ് വളരെ ക്ഷീണിതനായ ഒരു യാത്ര കഴിഞ്ഞിട്ട് ഹസനുൽ ബന്ന പ്രസംഗിച്ചത്. എന്നോട് പറഞ്ഞത് ആ പ്രസംഗം വല്ലാതെ ഉജ്ജ്വലമായി എന്ന് മാത്രമാണ്. വേറെ എവിടെയോ ഞാൻ വായിച്ചു ആ പ്രസംഗം ഒളിച്ചു കേൾക്കാൻ വേണ്ടി താഹ ഹുസൈൻ സമ്മേളനത്തിൽ എവിടെയോ സന്നിഹിതരായിരുന്നു. അത് കേട്ട് മടങ്ങിപ്പോയ ശേഷം താഹ ഹുസൈൻ പറഞ്ഞു അത്രേ, മറുപടി പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് പറയേണ്ടത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടതായിട്ട് ഞാൻ കേട്ടു. ആ താഹ ഹുസൈൻ പിന്നീട് ഒടുവിൽ മാറി വളരെ സന്തോഷകരമാണ്. അതുപോലെ തന്നെ ഉസൂലുൽ അൽ ഇസ്ലാമു ഉസൂലുൽ ഹുക്മി എന്ന കുപ്രസിദ്ധമായ പുസ്തകം, ഇസ്ലാമിൽ ഭരണമില്ല എന്ന് ധൈര്യമായി പ്രഖ്യാപിച്ച പുസ്തകം 1925 എഴുതിയ അൽ ഉസ്താദ് അലി അബ്ദുൾ റാസിഖ് പിന്നീട് പശ്ചാത്തപിച്ചു മടങ്ങി എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു, സത്യത്തിൽ ഞാൻ എഴുതിയത് മാത്രമാണ് പറഞ്ഞു തന്നത് താഹ ഹുസൈനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം വളരെ മാറി. ഒടുവിൽ താഹ ഹുസൈനും മാറി. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം അപ്പറഞ്ഞ സെക്യുലറിസം, നമ്മുടെ എല്ലാ മതങ്ങളോടും മാന്യമായി പെരുമാറുക എന്ന അർത്ഥത്തിലുള്ള ഇന്ത്യയിൽ നിലവിലുള്ളത് പോലുള്ള സെക്യുലറിസം അല്ല, ഭീകരമായ മതവിരുദ്ധത ഉൾക്കൊള്ളുന്ന സെക്യുലറിസം. ആ സെക്യുലറിസത്തെ നേരിടുക എന്ന ദൗത്യമാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇന്ന് ഇസ്ലാമിസ്റ്റുകൾ നേരിടേണ്ടി വരുന്നത്. പക്ഷെ അത് നേരിട്ടുകൊണ്ട് സാവധാനം അവർ മുന്നോട്ട് നീങ്ങുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ ചുമതല മറ്റൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഏറ്റവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹുവിനോട് അവർക്ക് സഹായമാകണമേ എന്ന് പ്രാർത്ഥിക്കലാണ് നമുക്കിന്ന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു സംഭാവന എന്ന് ഞാൻ പറയുകയാണ്. കേരള ജമാഅത്തിൻ്റെ ഒരു പ്രതിനിധി സംഘത്തിന് മധ്യപൗരസ്ത്യ ദേശത്തിലെ വിപ്ലവത്തെ നേരിൽ മനസ്സിലാക്കുവാനും അതിൻ്റെ വശങ്ങളും മറുവശങ്ങളും ഒക്കെ ഉൾക്കൊള്ളാനും യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സംഭവിക്കട്ടെ
എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇതാണ് കിഴക്ക് ഇസ്ലാമിന് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ. പണ്ട് കാലത്തെ പോലെ പാശ്ചാത്യരുടെ മുമ്പിൽ പഞ്ചകുച്ച മടക്കി ഓച്ചാനിച്ച് നിന്ന് അവിധ പറയേണ്ടുന്ന സന്ദർഭമൊക്കെ കടന്നു പോകും. ഇന്ന് ആത്മവിശ്വാസത്തോടുകൂടി അപകർഷബോധമില്ലാതെ ഈ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരു തലമുറയാണ് വളർന്നു വന്നിട്ടുള്ളത്. അതിന് മൗദൂദി നൽകിയ സംഭാവന ലോകാവസാനം വരെ ഓർമ്മിക്കപ്പെടും. ബുദ്ധിജീവികളുടെ മനസ്സിൽ നിന്ന് അപകർഷബോധം മാറ്റിയെടുക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ശക്തമായ തൂലികൾക്ക് മാത്രം സാധിച്ച ഒരു സാധനയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി പടിഞ്ഞാറിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ പ്രയാസങ്ങളും ഭീകരവാദവും പീഡനവും അബൂഖുറൈബയും ഒക്കെ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കും. എന്താണ് പാശ്ചാത്യ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? 2000 അമേരിക്കയിൽ 10 ലക്ഷം മുസ്ലിങ്ങളാണ് ഉണ്ടായിരുന്നതെന്ന് കണക്ക് പറയുന്നു. 2010 അത് 26 ലക്ഷമായി വർദ്ധിക്കുന്നു. അവിടെ പൗരത്വമുള്ള ആൾക്കാണ് അമേരിക്കക്കാർ എന്ന് പറയുന്നത്. അവരവിടെ നിന്ന് ഇസ്ലാം മതത്തിൽ വന്നവരായാലും അവിടെ പോയി പൗരത്വമെടുത്തവരായാലും അമേരിക്കക്കാർ തന്നെ. അങ്ങനെ 26 ലക്ഷം 10 ലക്ഷത്തിൽ നിന്ന് 26 ലക്ഷമായിട്ട് 10 കൊല്ലം കൊണ്ട് അമേരിക്കയിലെ മുസ്ലിങ്ങൾ ഇന്ന് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ജനസംഖ്യാ വർധനയെ പേടിക്കുന്ന ഒരു ഇസ്ലാം പേടി ഇത്തരം കണക്കുകളിൽ നിന്നാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ലോകത്ത് മൊത്തം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണെന്ന് ഹക്ക അമീർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ട്. അങ്ങനെ അതേ അളവിലാണ് യൂറോപ്പിലും ഇസ്ലാം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ജർമ്മനിയുടെ ചാൻസലർ മർക്കില ഏഞ്ചൽസ് പേര് തെറ്റിച്ചിട്ടൊരു തിരുത്തം അവർ പറയുകയുണ്ടായി, ജർമ്മനിയിലെ മുസ്ലിങ്ങൾ ഇനി ജർമ്മനിയുടെ ഭാഗം, അവർ അന്യരല്ല. ഈ രാജ്യത്തിൻ്റെ മഹത്തായ ഒരംശമാണ് ജർമ്മനിയിലെ മുസ്ലിങ്ങൾ. അതുകൊണ്ട് ഏത് ജർമ്മൻ പൗരനുമുള്ള സകല ആദരവും അവകാശവും ഇവിടുത്തെ മുസ്ലിങ്ങൾക്കും വകവെച്ചു കൊടുക്കേണ്ടതാണ് എന്നവർ പറഞ്ഞ ഒരു സാഹചര്യം നമ്മൾ വിലയിരുത്തേണ്ടതാണ്. ഏറ്റവും ഒടുവിൽ 2 കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു ഫ്രാൻസിലെ റോപ്പ് സംഗീതജ്ഞയായ ഡാവിഷ് എന്ന പെൺകുട്ടി യുവതി, അവരുടെ ഫോട്ടോ അടക്കം എവിടെയോ പത്രത്തിൽ വന്നിരുന്നു. കുറച്ചു കാലം ഇസ്ലാം മറച്ചുപറ്റെങ്കിലും 2012 അവരത് പ്രഖ്യാപിക്കുകയുണ്ടായി. നമ്മുടെ സുറയ്യ ഇവിടെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ അവർ ഇസ്ലാം പ്രഖ്യാപിക്കുകയുണ്ടായി. നമ്മുടെ സുറയ്യയെ ഇസ്ലാമിൽ നിന്ന് അല്ലെങ്കിൽ പർദ്ദയിൽ നിന്ന് മാറ്റിയെടുക്കുവാൻ എന്തെല്ലാം അഭ്യൂഹ സംഭാഷണങ്ങളാണ് ബുദ്ധിജീവികൾ സെക്യുലറിസ്റ്റുകൾ നടത്തി നോക്കിയത്. അവർ പിടികൊടുക്കാതെ രക്ഷപ്പെട്ടു. അവരുടെ വാദം ബുദ്ധിപരമായ വാദമൊന്നുമല്ല, മറുപടി പറയാൻ കഴിയാത്ത വാദമാണ്. നിങ്ങളെ പറയുന്നതൊന്നും എനിക്ക് ബാധകമല്ല. ഈ പർദ്ദക്കുള്ളിൽ ഞാൻ സുരക്ഷിതത്വം അനുഭവിക്കുന്നു. എൻ്റെ അനുഭവത്തെ നിങ്ങൾക്ക് എങ്ങനെ ചോദ്യം ചെയ്യാൻ കഴിയും? ഞാൻ ഏതോ ഒരു സംരക്ഷണത്തിലാണെന്ന് പർദ്ദ എന്നെ ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ പരാജയപ്പെട്ട പല ഘട്ടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് പുതിയ ഒരു സുരക്ഷിത മേഖല കണ്ടെത്തിയിരിക്കുകയാണെന്നവർ പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുവാൻ ഈ കക്ഷിക്ക് സാധ്യമല്ല. അവർ അല്ലാഹുവെ വിളിച്ചുകൊണ്ട് ആത്മീയമായ പരിദേവനങ്ങൾ സമർപ്പിക്കുമ്പോൾ അത് ഭീകരതയാണെന്ന് പറയുവാനും സാധ്യമല്ല. അവരുടെ ആ പരിദേവനങ്ങളുടെ ആത്മീയത കലർന്ന കവിത മൊയ്തുമൂലയും മറ്റും ചേർന്നുകൊണ്ട് അറബിയിലാക്കി അള്ളാഹു എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, അറിഞ്ഞിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ യൂറോപ്പിൽ തീർച്ചയായും ഇസ്ലാം അതിൻ്റെ ഭാവിയെ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇസ്ലാമിന് കിഴക്കും പടിഞ്ഞാറും ഒരു മാറ്റമാണ്, മുന്നേറ്റമാണ് നമ്മുടെ നോട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ പറയുന്നു, പണ്ട് ഞാനും ഷെയ്ഖ് മുഹമ്മദും ഒക്കെ ചിലപ്പോൾ ആളുകളിൽ ആവേശം കൊടുക്കാൻ വേണ്ടി ഈ തരത്തിൽ പ്രസംഗിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ അറബ് വസന്തത്തിന് ശേഷം ഞാൻ ആവേശത്തിന് കൊണ്ട് പ്രസംഗിക്കുകയില്ല. അതിൻ്റെ ആവശ്യമില്ല. പ്രസംഗത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആവേശം എന്നിലുള്ളത് കൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എനിക്കത്രയും ബോധ്യമാകുന്നു ഇസ്ലാമിന് ഒരു പുതിയ ലോകം വരുവാൻ പോകുന്നുണ്ട്. ഒരു 50 വർഷം മുതൽ, 1/2 നൂറ്റാണ്ട് മുതൽ
ഞാൻ ഇക്ബാലിൻ്റെ ഒരു കവിത ചൊല്ലിക്കൊണ്ടാണ് എൻ്റെ പ്രസംഗമൊക്കെ തുടങ്ങാറുള്ളത്. എന്ന് പറയുന്ന ഒരു കവിതയാണ്. പുതിയ ലോകം ഉദയം ചെയ്യുന്നു, പഴയ ലോകം പടിഞ്ഞാറിൻ്റെ ചൂതാട്ടക്കാർ സൃഷ്ടിച്ചു വെച്ച ലോകം തകരാൻ പോകുന്നു എന്നാണ് കവിതയുടെ ചുരുക്കം. അന്ന് തകരാനൊന്നും പോകുന്നില്ല, പക്ഷേ പുതിയ ലോകം അന്ന് വരാനും പോകുന്നില്ല. ഇന്ന് ഞാനത് പറയുമ്പോൾ ഒരു പുതിയ ലോകം വരാൻ പോകുന്നു എന്ന് കണ്ണിൽ കണ്ടുകൊണ്ട് തന്നെയാണ് തീർച്ചയായും അങ്ങനെ പറയുന്നത്. അതാണ് എനിക്ക് ആത്മവിശ്വാസം പകരുന്നത്. ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം പാശ്ചാത്യൻ ബുദ്ധിജീവികൾ തന്നെ എന്താണ് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ജീവിച്ചിരിക്കുന്ന ശാസ്ത്രകാരന്മാരിൽ അവസാന വാക്കായ സ്റ്റീഫൻ ഹോക്കിങ് ഒരു 10 കൊല്ലം മുമ്പേ പറഞ്ഞു വെച്ചതാണ്, ഇനി ഈ ലോകം നിലവിലുള്ള രൂപത്തിൽ തന്നെ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഏറ്റവും മാക്സിമം 200 കൊല്ലമാണ് ഭൂമിയുടെ ആയുഷ്യം. 200 കൊല്ലം കൊണ്ട് ഭൂമിയിലുള്ള സമസ്ത ചരാചരങ്ങളും ഭസ്മമായി തകർന്നു പോകും. ഈ ഭൂമി മനുഷ്യാധിവാസത്തിന് അനുയോജ്യമല്ല, അത്തരവസ്ഥ വരും എന്ന് അദ്ദേഹവും ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാരും ശാസ്ത്രീയമായിട്ട് പ്രവചിക്കുകയുണ്ടായി. അതനുസരിച്ച് അവർ കാലഘടനയുടെ ഘടികാരത്തിൻ്റെ സൂചി അവരുടെ കണക്കനുസരിച്ച് മാറ്റിവെക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം 2 കാരണമാണ് അതിൽ പറഞ്ഞത്. ഒരുപക്ഷെ കുന്നുകൂട്ടപ്പെട്ടിരിക്കുന്ന 25,000-ത്തിലധികം വരുന്ന ആറ്റം ആയുധങ്ങൾ, പോർമുനകളിൽ കുന്തങ്ങളിൽ വെച്ചിട്ടുള്ള ആറ്റം ആയുധങ്ങൾ അവിചാരിതമായി ഒരബദ്ധത്തിൽ വെല്ലിൽ കുത്തിപ്പോകുന്നത് കൊണ്ട് മാത്രം ഒരു ലോകാവസാനം സംഭവിക്കാം. ഒരു 3ാം ലോകമഹായുദ്ധത്തെ താങ്ങുവാനുള്ള ഒരു കഴിവും നിലവിലുള്ള ഭൂമിക്കില്ല. അതുകൊണ്ട് നഷ്ടപ്പെട്ടേക്കാം. പക്ഷെ അതിനേക്കാൾ സാധ്യത മനുഷ്യൻ പ്രകൃതിയിൽ നടത്തുന്ന കയ്യേറ്റത്തിൽ കൂടി ഈ ലോകം ഭൂമി അധിവാസയോഗ്യമല്ലാതാക്കുവാനാണ് കൂടുതൽ സാധ്യത എന്നാണ് പറയുന്നത്. എന്നെപ്പോലുള്ള പലരും അതിനാണിപ്പോൾ അടിവരയിട്ടുകൊണ്ടിരിക്കുന്നത്. 60 കൊല്ലമായി ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒരായത്തോതാറുണ്ടായിരുന്നു, ലോകത്ത് കടലിലും കരയിലും അന്തരീക്ഷത്തിലുമൊക്കെ നാശം നടമാടിക്കൊണ്ടിരിക്കുന്നു, നരകമായിക്കൊണ്ടിരിക്കുന്നു നഗരങ്ങൾ. ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യർ ചെയ്തു വെച്ച തിന്മകളുടെ അതിക്രമങ്ങളുടെ ഫലമായി. അപ്പോഴൊക്കെ ആയത്തിന് ഒരർത്ഥമേ ഞാൻ പറയാറുള്ളൂ. അള്ളാഹുവിൻ്റെ ധാർമ്മിക നിയമങ്ങളും അള്ളാഹുവിൻ്റെ ശരീഅത്ത് നിയമങ്ങളും അതിലംഘിച്ചുകൊണ്ട് മനുഷ്യൻ ദേഹേച്ഛക്കടിമപ്പെട്ട് ഭൗതികവാദിയായി ജീവിക്കുന്നതിൻ്റെ ഫലമായി ലോകം നശിക്കാൻ പോകുന്നു എന്നാണ് ഞാൻ പറയാറുള്ളത്. പക്ഷേ ഒരു 10 കൊല്ലമായിട്ട് ഈ ആയത്തിന് പുതിയ തഫ്സീർ വേണ്ടി വന്നിരിക്കുന്നു. അതെന്താന്ന് പറഞ്ഞാൽ, മനുഷ്യൻ അള്ളാഹുവിൻ്റെ ശരീഅത്ത് സാൻമാർഗിക നിയമത്തിൽ കൈകടത്തിയത് കൊണ്ട് മാത്രമല്ല, പ്രകൃതി നിയമത്തിൽ കൈകടത്തിയത് കൊണ്ടും ഈ ലോകം നശിക്കാൻ പോവുകയാണ്. ഇതേ പോക്കാണ് പോകുന്നതെങ്കിൽ നമ്മളിൽ പലരും ഈ സദസ്സടക്കം വേണ്ടത്ര എന്താണ് പ്രകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമത്തിൻ്റെ ആഴം എന്ന് ബോധവാന്മാരല്ല. ഞാനും നിങ്ങളും രാവും പകലും മത്സരിച്ച് തിന്നുമുടിക്കുന്ന ഭക്ഷണങ്ങളിലും പദാർത്ഥങ്ങളിലും വെള്ളത്തിലും വസ്ത്രത്തിലും അന്തരീക്ഷത്തിലും വായുവിലും ഒക്കെ എന്താണ് നിറഞ്ഞു കിടക്കുന്നത് എന്ന് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടോ ചിന്തിച്ചിട്ടോ ഇല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നൽകിയ അനുഗ്രഹത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിലൊന്ന് പറയുന്നത് മാൻ തഹൂറ, വിശുദ്ധമായ വെള്ളം എന്നാണ്. തഹൂർ എന്ന് പറഞ്ഞാൽ മാൻ താഹിറല്ല, തഹൂർ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണ ശക്തിയുള്ള വെള്ളം എന്നാണ്. അന്ധകാലത്ത് മൗദൂദി എഴുതിയ ഇതിൻ്റെ തഫ്സീറിൽ പോലും അദ്ദേഹം സങ്കല്പിച്ച് പറയുകയുണ്ടായി, വിഷാണുക്കളാകുന്ന ബീജങ്ങളടക്കം ഈ മാൻ തഹൂറിൽ കലർന്നാൽ അതും ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ വരുന്നുണ്ട്. ഒതുവെടുക്കാൻ പറ്റുന്ന ഫിഖ്ഹിന്റെ നിയമമൊത്താൽ പോരാ. മാൻ തഹൂർ എന്ന് പറഞ്ഞാൽ വിഷാണുക്കളില്ലാത്ത, ബാക്ടീരിയകളില്ലാത്ത ശുദ്ധമായ ശുദ്ധീകരണ ശക്തിയുള്ള വെള്ളമാണ് അല്ലാഹു തആല നമുക്ക് നൽകിയ ഒരനുഗ്രഹം. ഇന്നെങ്ങനെയുണ്ട് വെള്ളം എന്ന് നിങ്ങൾക്കറിയാം. സർക്കാരുകൾ പറയുന്നു അംഗീകൃത അളവിൽ മാത്രമേ വിഷം കുടിക്കുവാൻ പാടുള്ളൂ. കൊക്കക്കോലയിലായാലും പച്ചവെള്ള കുപ്പിയിലായാലും കിണറ്റിലെ വെള്ളത്തിലായാലും
നമ്മുടെ സർവജ്ഞരായ തെറ്റുപറ്റാൻ പാടില്ലാത്ത ഭരണകൂടങ്ങൾ വിഷത്തിന് അംഗീകൃതമായ അളവ് നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ പൗരനും ദിവസം കുടിച്ചിരിക്കേണ്ടുന്ന വിഷത്തിന്റെ അംശം ഇത്ര, അതിലധികം കുടിച്ചാൽ നിയമത്തിന് വിധേയമാകേണ്ടി വരും. സാര ആദ്യം കുടി നിർത്തുക, എന്നിട്ട് ഞങ്ങളോട് പറയുക. ഇങ്ങനെയുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ നിശ്ചയിക്കുന്നത്. ആരാണ് ഈ അതിർത്തി നിശ്ചയിച്ചത്? ആ നിലയിൽ നിങ്ങളും ഞാനും വിഷം കുടിച്ച് മരിക്കാതെ കാർപ്പിച്ച് തുപ്പി അങ്ങനെ കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്ത് ഒരു മൗലികമായ മാറ്റം സംഭവിക്കുന്നില്ലെങ്കിൽ ജനത ഉണർന്നുകൊണ്ട് ആകെ വിപ്ലവം കൂട്ടുന്ന ഒരു പുതിയ കാലഘട്ടത്തെ ഭരണസാരഥികൾ ഭയപ്പെടേണ്ടി വരും. അങ്ങനെ ഭയപ്പെടേണ്ടതുണ്ട്. പക്ഷെ ജനങ്ങൾ ഉറങ്ങിക്കിടക്കുകയാണ്. ജമാഅത്തുകാരൻ വരെ ഈ മേഖലയിൽ അഗാധമായ ഉറക്കത്തിലാണ്. എന്താണ് പ്രകൃതിയെ കൈയാറുന്ന വിഷയത്തിൽ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ല. ആ വിഷയത്തിൽ വളരെ ഗൗരവമുള്ള പഠനം നടത്തേണ്ടതുണ്ട്. മാന്തഹൂർ കഴിഞ്ഞ് പിന്നെ രീഹം തയ്യുക, നല്ല കാറ്റ്, ശുദ്ധവായു. എവിടെയാണ് സാറേ ശുദ്ധവായു? എൻ്റെ ആയുർവേദ ഡോക്ടർ 975 മരിച്ച ശേഷം ഞാൻ ആയുർവേദ ചികിത്സയ്ക്ക് സന്നദ്ധനായിട്ടില്ല. ആ കുഞ്ഞിരാമൻ വൈദ്യർ എന്നോട് പറഞ്ഞു, ശുദ്ധവായു മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, ഈ ഫാൻ ഇറങ്ങിയ വായു ഉപയോഗിക്കരുത് എന്ന് അഷ്ടാംഗത്തിലുണ്ട്, ആയുർവേദ വൈദ്യശാസ്ത്രത്തിലുണ്ട്. അങ്ങനെ പണ്ട് ഫാനില്ലാത്ത കാലത്ത് എങ്ങനെയാണ് ആയുർവേദത്തിൽ ഇത് വരിക? അദ്ദേഹം സംസ്കൃത ശ്ലോകം ചൊല്ലിക്കൊണ്ട് എന്നോട് പറഞ്ഞു, സഞ്ചാലക വായു ഉപയോഗിക്കാൻ പാടില്ല എന്ന് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഫാന് സഞ്ചാലകം സ്വയം ചലിക്കുന്ന വായുവല്ല, നിങ്ങൾ കൃത്രിമമായി ചലിപ്പിക്കുന്ന വായുവാണ്. ഇന്ന് നിങ്ങൾ വളരെ മനോഹരമായിട്ട് ഈ കാറ്റിൽ പോയിട്ട് ഉറങ്ങിക്കൊള്ളൂ എന്ന് ഞാൻ സദസ്സിനെ ഉണർത്തുകയാണ്. പക്ഷെ നിങ്ങൾ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വായു സഞ്ചാലക വായുവാണ്. കൃത്രിമമായി നിങ്ങൾ കറക്കിക്കൊണ്ടിരിക്കുന്ന വായുവാണ്. ശുദ്ധവായുവിനെ മുഴുവൻ അടച്ചുപൂട്ടി എന്നിട്ട് അതിൻ്റെ ഉള്ളിലിട്ട് കറക്കി നിങ്ങൾ അടക്കം പൊരിയുകയാണ് ചെയ്യുന്നത്. ഒരു വാഹനത്തിൽ യാത്ര ചെയ്യണമെങ്കിൽ AC ഇല്ലാതെ യാത്ര ചെയ്യാൻ സാധ്യമല്ല. കാറുടമകളും ഡ്രൈവർമാരും കോപിക്കരുത്, ഞാൻ ശാസ്ത്രത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രീഹം തയ്യിൽ നമുക്കിത് അനുഭവിക്കാൻ സാധ്യമല്ല. അഥവാ ഗ്ലാസ് തുറന്നിട്ടാൽ പിന്നെ വരുന്നത് രീഹം തയ്യല്ല, മലിനീയമായ പുതിയ വായുവാണ് വരുന്നത്. അങ്ങനെ രീഹം തയ്യും പോയി, മാന്തഹൂറും പോയി. പിന്നെ എന്താ ബാക്കി? ഇനിയും ആയത്തുണ്ട്. ആ ആയത്തിൽ പ്രകൃതിയിൽപ്പെട്ട ഓരോ കാര്യത്തെക്കുറിച്ചും അല്ലാഹു തആല റിസ്കൻ ഹലാലൻ തയ്യിബൻ, ചെറിയ ഹലാലായ മതിയെങ്കിൽ അല്ലാഹു തആല ഹലാൽ എന്ന് പറഞ്ഞാൽ മതി. ഒരൊറ്റ വാക്ക് വിശുദ്ധ ഖുർആനിൽ ആവശ്യത്തെ പ്രയോഗിച്ചത് കാട്ടിത്തന്നാൽ ഞാൻ വെല്ലുവിളി നടത്തും. ഒരു വാക്ക് ആവശ്യമുണ്ടെങ്കിൽ ഖുർആൻ പ്രയോഗിക്കുള്ളൂ. അല്ലാഹു തആല ഹലാലൻ എന്ന് പറഞ്ഞാൽ മാത്രം മതിയാക്കില്ല, തയ്യിബ, ശുദ്ധമായ ഹലാലായിരിക്കണം. ഫിഖിന്റെ നിയമം അനുസരിച്ച് ഹലാലായ പോലെ അത് നിങ്ങൾ ഉണ്ടാക്കിയ ഒരു ഫിഖാണ്. തയ്യിബായിരിക്കണം കഴിക്കുന്ന ഭക്ഷണം, എന്നാലേ നിങ്ങൾ ജീവിക്കുകയുള്ളൂ, ആരോഗ്യം ഉണ്ടാക്കുകയുള്ളൂ. എന്നോട് രാവിലെ ഷക്കീർ സാഹിബ്, അയാൾ വിളിക്കുന്നോ അറിയില്ല, എന്നോട് പറഞ്ഞ് ഇപ്പോൾ ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നൊക്കെ പോയ പുതിയ മനുഷ്യർ അമേരിക്കയിൽ കുടിതാമസിച്ച് മാറിപ്പാർത്ത ശേഷം നീണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ ഈ നീളുന്നതെന്ന് ചോദിച്ചാൽ അവിടുത്തെ ഭക്ഷണമാണ് വരുത്തുന്നത്. എന്താ കോഴി, ഗൾഫ് രാജ്യത്തിലൊക്കെ കോഴി എന്താണ്, ഓരോരുത്തരും വരുന്ന വയറ് എത്ര തടിച്ചുകൊണ്ടാണ് വരുന്നത്. അഭിനന്ദിക്കേണ്ടതല്ലേ അവന്? ഇടയ്ക്ക് സാറേ ഒന്ന് വന്നിട്ട് 2 മാസം താമസിച്ചെങ്കിലും ഇനി പോകണം, അല്ലെങ്കിൽ സംഗതി വളരെ കഷ്ടമാണ്. ഇവിടെ വന്നിട്ട് എന്താ കാര്യം? അതിനേക്കാൾ വേദനല്ലേ ഇവിടെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു പോവുകയാണ്, ഇങ്ങനെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞ കൊല്ലമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച സാധനമാണ് ഇപ്പോൾ ഫ്രിഡ്ജിൽ രണ്ടാമത് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തരത്തിലുള്ള സകല രസതന്ത്രത്തിൻ്റെ സകല ശാസ്ത്രവും മാനവരാശിയെ വളക്കി പിടിച്ചിട്ട് മരണത്തിലേക്കും നരകത്തിലേക്കും തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ന വാചകത്തിന് പുതിയ തഫ്സീറുകൾ പ്രകൃതിയെ വെച്ചുകൊണ്ട് നടത്തേണ്ടതായ ഒരു കാലഘട്ടമാണ് നമുക്ക് വന്നു ചേർന്നിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ലോകത്തിന് നിലനിൽക്കുവാൻ അർഹതയില്ല. ഇത് കേവലം ഇസ്ലാമിൻ്റെ പ്രശ്നമല്ല, ഇത് നാഗരികതയുടെയും സംസ്കാരത്തിൻ്റെയും മാനവരാശിയുടെയും പൊതുവായ പ്രശ്നമാണ്. ഒന്നുകിൽ ഈ ലോകം അതിൻ്റെ സർവത്തോടുകൂടി നശിച്ചു പോകും, അങ്ങനെ വരാതിരിക്കട്ടെ. അതിനെ നശിക്കുവാൻ അനുവദിക്കാതെ ഈ ലോകത്ത് മൗലികമായ മാറ്റമുണ്ടാകണം. മൗലികമായ മാറ്റമുണ്ടാകണമെങ്കിൽ
സാമൂഹ്യമായിട്ട് മൗലികമായ വിപ്ലവം ഉണ്ടാക്കണം. ആ വിപ്ലവത്തിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിക്കാർ അടക്കമുള്ള മനുഷ്യ സമൂഹങ്ങൾ മുന്നോട്ട് വരേണ്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. 84-ാമത്തെ വയസ്സിൽ എന്താണ് ഇന്നും എനിക്ക് പ്രചോദനം നൽകുന്നത് എന്ന് ചോദിച്ചാൽ അവസാനമായി എനിക്ക് പറയുന്നു, ഒരു കാര്യം നമ്മളിൽ എല്ലാവരും ഉള്ളതാണ്. അതെന്താന്ന് വെച്ചാൽ നാളെ പരലോകത്ത് അല്ലാഹു തആലയുടെ പ്രീതിയും അവൻ്റെ സ്വർഗവും നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രയാസങ്ങളൊക്കെ നമുക്ക് സഹിക്കാം. ഇതാണ് അതിൽ നമ്മളെല്ലാം പങ്കാളികളാണ്. രണ്ടാമത്തത് അത് മാത്രമല്ല, ഒരു പുതിയ ലോകത്തിൻ്റെ പ്രതീക്ഷ. ഞാൻ ഇതുവരെ ഇത് കൈപിടിച്ചിട്ടില്ല. ഞാനത് കണ്ടില്ലെങ്കിലും അടുത്ത തലമുറ കാണുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അങ്ങനെ പുതിയ ഒരു ലോകത്തിൻ്റെ പ്രതീക്ഷ പുലർത്തിക്കൊണ്ട് ആ ലോകത്തിന് വേണ്ടി നിലവിലുള്ള നിലനിൽക്കുവാനരുതാത്ത, ജീവിക്കുവാൻ അർഹതയില്ലാത്ത പഴഞ്ചൻ പിന്തിരിപ്പൻ പ്രതിലോമ ലോകത്തെ തട്ടിമാറ്റിക്കൊണ്ട് പുതിയൊരു ലോകം കെട്ടിപ്പടുക്കുവാനുള്ള അധ്വാനത്തിനും വിപ്ലവപരമായ മുന്നേറ്റത്തിനും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് അറബ് വസന്തത്തിലെ സന്തതികൾക്ക് ആശംസകളും പ്രാർത്ഥനകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. നന്ദി പ്രകാശനമാണ്. അതിനു മുമ്പ് ഇപ്പോൾ ഇവിടെ പ്രകാശനം ചെയ്ത ടി കെ അബ്ദുള്ള സാഹിബിൻ്റെ നവോത്ഥാന ധർമ്മങ്ങൾ എന്ന പുസ്തകം AP സ്റ്റാളിൽ ലഭ്യമാണ്. 190 രൂപ മുഖവിലയുള്ള പുസ്തകം ഇവിടെ 140 രൂപക്കാണ് ലഭിക്കുന്നത്. എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക. നന്ദി പ്രകാശനത്തിനായി സ്വാഗത സംഘം കൺവീനർ സലീം സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ പരിപാടി സമാപിക്കുകയാണ്. എൻ്റെ ഔപചാരികമായ നന്ദി പ്രകാശനത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ പ്രകാശന ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചത് IPHന്റെ ഡയറക്ടർ ജനാബ് ടി കെ ഫാറൂഖ് സാഹിബാണ്. അദ്ദേഹത്തിന് ഔപചാരികമായി നന്ദി അറിയിക്കുന്നു. ഗ്രന്ഥപരിചയം നടത്തിയ സദറുദ്ദീൻ വാഴക്കാട്, സബ് എഡിറ്റർ പ്രബോധനം, അദ്ദേഹത്തിനും ഈ പരിപാടിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. പ്രകാശനം നിർവഹിച്ചുകൊണ്ട് നമ്മെ അഭിസംബോധന ചെയ്ത ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ ജനാബ് ടി ആരിഫ് അലി സാഹിബ്, അതോടൊപ്പം ഏറ്റുവാങ്ങിയ TPM ഇബ്രാഹിം ഖാൻ, അദ്ദേഹം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സീനിയർ സ്പെഷ്യൽ കൗൺസിലാണ്. അവർക്കും ഈ പരിപാടിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കുഞ്ഞുമൊയ്തീൻകുട്ടി IPS, റിട്ടയർഡ് DIG, ഫീദുൽ അൽ ഖുർആന്റെ പരിഭാഷകരിൽ ഒരാളായ ജനാബ് കുഞ്ഞു മുഹമ്മദ് പുലവത്ത്, ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് V ഇബ്രാഹിംകുട്ടി സാഹിബ്, അതോടൊപ്പം മുഖ്യ പ്രഭാഷണം നടത്തിയ ടി കെ അബ്ദുള്ള സാഹിബ്, ജമാഅത്തെ ഇസ്ലാമിയുടെ കേന്ദ്ര ശുഭാംഗം, ഇവർക്കെല്ലാവർക്കും ഒറ്റവാക്കിൽ ഈ പരിപാടിയുടെ പേരിൽ സംഘാടക സമിതിയുടെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട്